ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വരുന്നത്, ദി ഇന്ത്യൻ മിറർ ദിനപത്രം സ്ഥാപിച്ചത് ആര്? ദി ഇന്ത്യൻ മിറർ ദിനപത്രം സ്ഥാപിച്ചത് ആര്? ആൻസർ ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറാണ് ദ ഇന്ത്യൻ മിറർ ദിനപത്രം സ്ഥാപിച്ചത്. ദി ഇന്ത്യൻ മിറർ ദിനപത്രം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ചോദ്യം, പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ആൻസർ ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നത്. പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്നത് ONV കുറുപ്പ് സാറിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അടുത്ത ചോദ്യം, ഏത് നദീതീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്? ഏത് നദീതീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്? ആൻസർ പമ്പ. പമ്പ നദീതീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പ നദീതീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. അടുത്ത ചോദ്യം, സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്? സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്? ആൻസർ അമൃത്സർ. അമൃത്സറാണ് സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അമൃത്സറാണ്. അടുത്ത ചോദ്യം, ആഫ്രിക്കയ്ക്ക് പുറമെ ചീറ്റകളെ കാണാൻ കഴിയുന്നത് എവിടെയാണ്? ആഫ്രിക്കയ്ക്ക് പുറമെ ചീറ്റകളെ കാണാൻ കഴിയുന്നത് എവിടെയാണ്? ആൻസർ ആഫ്രിക്കയ്ക്ക് പുറമെ ചീറ്റകളെ കാണാൻ കഴിയുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് ആഫ്രിക്കയ്ക്ക് പുറമെ ചീറ്റകളെ കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച വെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് SBI എക്സ്ക്ലൂഫിക്സ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് ഇത് തുടങ്ങിയിട്ടുള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ചിട്ടുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് SBI എക്സ്ക്ലൂഫിക്സ്. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് ഇത് തുടങ്ങിയിട്ടുള്ളത്? ആൻസർ കേരള. കേരളത്തിലാണ് SBI എക്സ്ക്ലൂഫിക്സ് എന്ന പുതുതായി ആരംഭിച്ചിട്ടുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് SBI ആരംഭിച്ചിട്ടുള്ള വെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റമായ SBI എക്സ്ക്ലൂഫിക്സ് ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, റോജർ ഫെഡറർ ആരെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ജയിച്ച് തൻ്റെ 18ാമത് ഗ്രാൻഡ് സ്ലാം നേടിയത്? റോജർ ഫെഡറർ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ജയിച്ച് തൻ്റെ 18ാമത് ഗ്രാൻഡ് സ്ലാം നേടിയത്? ആൻസർ റാഫേൽ നദാൽ. റോജർ ഫെഡറർ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ജയിച്ച് തൻ്റെ 18ാമത് ഗ്രാൻഡ് സ്ലാം നേടിയത്? റാഫേൽ നദാലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് റോജർ ഫെഡറർ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ജയിച്ച് 18ാമത് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ റാഫേൽ നദാൽ. റോജർ ഫെഡറർ റാഫേൽ നദാലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ജയിച്ച് അദ്ദേഹത്തിൻ്റെ 18ാമത് ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, എന്നാണ് കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? എന്നാണ് കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ജനുവരി 30. ജനുവരി 30-നാണ് കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജനുവരി 30-നാണ് കുഷ്ഠരോഗ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2016 ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? 2016 ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഐശ്വര്യ റായ് ബച്ചൻ. ഐശ്വര്യ റായ് ബച്ചനാണ് 2016 ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2016 ഗ്ലോബൽ ഇന്ത്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാര്? ആൻസർ ഐശ്വര്യ റായ് ബച്ചൻ. അടുത്ത ചോദ്യം,
2017 നോർത്ത് ഈസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ, അതായത് ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ആരംഭിക്കുന്നുണ്ട്. ഇതിൽ ഏത് സിറ്റിയിൽ 2017 നോർത്ത് ഈസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ ആയിട്ടുള്ള നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ താഴെ പറയുന്നവയിൽ ഏത് സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 2017 നോർത്ത് ഈസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് ആരംഭിക്കുന്നു. ഇവയിൽ ഏത് സിറ്റിയിലാണ് ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ പൂനെ. പൂനെയിലാണ് ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഏത് സിറ്റിയിലാണ് ഇന്ത്യൻ നാഷണൽ ഫിലിം ആർക്കൈവ്സ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ പൂനെ. അടുത്ത ചോദ്യം, പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എഴുതിയത് ആരാണ്? പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എഴുതിയത് ആരാണ്? ആൻസർ ഡ്യൂപ്പർനിക്സ്. ഡ്യൂപ്പർനിക്സ് ആണ് പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എഴുതിയത്. പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എഴുതിയത് ഡ്യൂപ്പർനിക്സ് ആണ്. അടുത്ത ചോദ്യം, ഇനി സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ജസ്റ്റ് ആ കിലോമീറ്ററുകളുടെ നമ്പേഴ്സ് മാത്രമാണ് വ്യത്യാസപ്പെടുത്തിയിട്ട് തന്നിട്ടുണ്ടാവുക. സെയിം പാറ്റേണിലുള്ള സെയിം ചോദ്യം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതിലൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഒരാൾ പടിഞ്ഞാറ് നിന്നും അല്പദൂരം നടന്ന് വലത്തേക്ക് തിരിഞ്ഞു. തുടർന്ന് കുറച്ചു ദൂരം നടന്നതിന് ശേഷം വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് അല്പം കൂടി നടന്നതിന് ശേഷം ഇടത്തേക്ക് തിരിയുകയാണെങ്കിൽ ഇപ്പോൾ അയാൾ പോകുന്ന ദിശ ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. ഇങ്ങനെയല്ലാതെ ഇതിലെ കിലോമീറ്ററിൻ്റെ കണക്കും തന്നിട്ടുണ്ടാവും. ഒരാൾ പടിഞ്ഞാറ് നിന്ന് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് നടന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ സെയിം പാറ്റേൺ തന്നെയാണ്. ചില സമയത്ത് അതിൽ കിലോമീറ്ററുകൾ വ്യക്തമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും, ചില സമയത്ത് ദിശകൾ മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ഈ സെയിം ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കിലോമീറ്റർ തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ അതിൽ വരുന്നത് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് എന്നതാണ് ചോദ്യം വരിക. ദിശകൾ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അയാൾ പോകുന്ന ദിശ ഏതാണ് എന്നതാണ്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു തവണ നമ്മളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് പാറ്റേണിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ ദിശ കണക്കാക്കാൻ നമുക്കറിയും എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരിക്കലും തെറ്റില്ല. മാത്രമല്ല കിലോമീറ്റർ തന്നിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് കണക്കാക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സെയിം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത്, ഇന്ത്യയിൽ നോട്ട് പിൻവലിക്കൽ അവസാനമായി നടപ്പാക്കിയത് എന്നാണ്? ഇന്ത്യയിൽ നോട്ട് പിൻവലിക്കൽ അവസാനമായി നടപ്പാക്കിയത് എന്നാണ്? ആൻസർ നവംബർ 8, 2016. നവംബർ 8, 2016 നോട്ട് പിൻവലിക്കൽ അവസാനമായിട്ട് നടപ്പാക്കിയിട്ടുള്ളത്. നവംബർ 8, 2016 ഇന്ത്യയിൽ നോട്ട് പിൻവലിക്കൽ അവസാനമായി നടപ്പാക്കിയിട്ടുള്ളത്. പിന്നെ ഇനി 31-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവരോടുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2019 നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 2018, 2017 വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ പ്രധാനപ്പെട്ട എന്തെങ്കിലും അവാർഡുകൾ നേടിയിട്ടുള്ള കളിക്കാരെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ഇന്ത്യൻ പ്ലെയേഴ്സ് നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്ലെയേഴ്സിനെ ആരെങ്കിലും തോൽപ്പിച്ചുകൊണ്ടാണ് കിരീടം സ്വന്തമാക്കിയതെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ്, അതുപോലെ വുമൻസിൻ്റെ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ PV സിന്ധു നേടിയിട്ടുള്ള കിരീടങ്ങൾ, ഇപ്പോൾ അടുത്ത് നേടിയിട്ടുള്ള കിരീടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഏത് കിരീടമാണ്, ആരെ തോൽപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ PV സിന്ധുവിനെ ആര് തോൽപ്പിച്ചുകൊണ്ടാണ് അത് നേടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. കൂടുതലായിട്ട് ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത് PV സിന്ധുവിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് സ്പോർട്സിൽ നിന്ന് വന്നിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ 2018-17 വർഷങ്ങളിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യപരമായിട്ടുള്ള അവാർഡുകൾ അതൊന്ന് നോട്ടീസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പ്രധാനപ്പെട്ട അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഉടൻ ചെയ്യും. ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ വന്ന് കാണുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ റെപ്കോൻ്റെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ കേര ഫെഡ്, റെപ്കോ, മാർക്കറ്റ് ഫെഡ് ഇവയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ ത്രിവേണി സ്റ്റോർ, നീതി സ്റ്റോർ, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.